രാത്രി ഉറക്കം കിട്ടുന്നില്ലേ? എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാത്ത അവസ്ഥയാണോ നിങ്ങൾക്ക്? കിടന്ന ഉടനെ തന്നെ എളുപ്പം ഉറങ്ങാനായിട്ട് 5 ടിപ്സ്, 5 എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്താണ്? എപ്പോഴാണ് ഇതിന് ചികിത്സ തേടേണ്ടത്? എല്ലാ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്കും സ്ലീപ്പിംഗ് പിൽസ് അത് ടാബ്ലറ്റ് മാത്രമാണോ ഒരു സൊല്യൂഷൻ? അതല്ലാതെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നും തിരുത്തേണ്ടത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോംനിയ. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോംനിയ എന്ന് പറയുന്നത് നമ്മളത് ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഉറക്കത്തിൽ വരുന്ന പ്രശ്നം, അതായത് കിടന്നിട്ട് ഉറക്കം വരാത്തതും ഇൻസോംനിയ തന്നെയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുക, നമ്മൾ ഉറങ്ങി എണീറ്റതിന് ശേഷവും നമുക്കൊരു ഉന്മേഷക്കുറവ്, ഒരു ഉഷാറില്ലാത്ത പോലെ, ഇതൊക്കെ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഉറക്കം വരാത്തത് മാത്രമാണ് നമ്മൾ ഉറക്കമില്ലായ്മ എന്ന് വിചാരിക്കുക. എന്നാൽ ഉറക്കത്തിൻ്റെ ആ ഒരു സ്ലീപ്പ് ക്വാളിറ്റി കുറയുക, അതിൻ്റെ ടൈം നമ്മൾ പറഞ്ഞ പോലെ 6 മുതൽ 7 മണിക്കൂർ ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നത് ഡിസ്റ്റർബ്ഡ് ആവുക, ഇതെല്ലാം തന്നെ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ക്രോണിക് ഇൻസോംനിയ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിന് 2 തരമായിട്ട് നമ്മൾ പറയും, അക്യൂട്ട് ഇൻസോംനിയയും ക്രോണിക് ഇൻസോംനിയയും. ഇതിൽ അക്യൂട്ട് എന്ന് പറയാൻ കാരണം നമുക്ക് ജീവിതശൈലിയിൽ എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, ചില മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തതുകൊണ്ടോ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് നമ്മൾ മാറി താമസിച്ചതുകൊണ്ടോ സ്ഥലം മാറി കിടന്നതുകൊണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട്, ഇതൊക്കെ കാരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പനി വന്നു, നമുക്ക് ഉറക്കം കിട്ടില്ല. 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയോളം ഇങ്ങനെ ഒരു ഉറക്കം കിട്ടാത്ത അവസ്ഥയാണ്. പിന്നീട് അത് റെഡിയായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോംനിയ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യില്ല. അതിനാണ് പറഞ്ഞത് 3 മാസമെങ്കിലും സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉറക്കമില്ലായ്മ, ഇൻസോംനിയ തന്നെയാണ്. അപ്പോൾ ഇതിന് പലരും തേടുന്നത് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉറക്കം കിട്ടും. ചിലപ്പോൾ അത് 1 തുടങ്ങും, 2 കഴിക്കും, 3 കഴിക്കും, എന്നാലും എഫക്റ്റ് കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസിനേക്കാളും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഉറക്കമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ചില കാരണങ്ങൾ കാരണം, ചില വിറ്റാമിൻ്റെ കുറവുകൾ കാരണം, വൈറ്റമിൻ ഡി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം റെഡിയാവുന്നതായിരിക്കും. ചിലർക്ക് സിങ്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. സിങ്കിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ വരാറുണ്ട്. ഈ ഉറക്കമില്ലായ്മ നമുക്ക് റെഡിയാക്കാനായിട്ട്, അത് ശരിയാക്കാൻ നമ്മൾ ടാബ്ലറ്റ്സ് ഇല്ലാതെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്? എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആ ഒരു സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഫോണോ ലാപ്ടോപ്പോ അതിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. കാരണം ഇതിൽ നിന്നും വരുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, സ്ലീപ്പ് ഹോർമോണാണ്. നമ്മുടെ ഉറക്കം നമുക്ക് കിട്ടാനായിട്ട് സഹായകരമാവുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഇരുട്ടാവണം. രാത്രി ടൈമിൽ ഇരുണ്ട ഒരു പ്രകൃതം, ആ ഒരു ടൈമിലായിരിക്കും ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ലൈറ്റ് ഇട്ട് അമിതമായിട്ട് നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് റേസ് വരത്തക്ക രീതിയിൽ നമ്മൾ ഫോണും അല്ലെങ്കിൽ ലാപ്പും അങ്ങനെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മുടെ ബ്രെയിൻ അത് സിഗ്നൽ ചെയ്യുന്നത് കിടക്കാനുള്ള ടൈം ആയിട്ടില്ല, കാരണം സൂര്യവെളിച്ചം ഇനിയും കുറഞ്ഞിട്ടില്ല, അതായത് വെളിച്ചം കുറഞ്ഞിട്ടില്ല, രാത്രി ആയിട്ടില്ല, മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യാനായിട്ടില്ല, ഉറങ്ങണ്ട എന്ന് പറഞ്ഞാണ് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ സ്ക്രീൻ ടൈം പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളിൽ പലർക്കുമുള്ള ഒരു ഹാബിറ്റാണ് വൈകിട്ട് ചായയോ കാപ്പിയോ അമിതമായിട്ട് എടുക്കുന്നത് എന്ന് പറയും. കഫെയിൻ കണ്ടൻറ്റ്, കോഫിയുടെ കണ്ടൻറ്റ് അധികമായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതും ഇതുപോലെ ഇൻസോംനിയയ്ക്കൊക്കെ കാരണമാവും. അപ്പോൾ നിങ്ങൾക്ക് കോഫി എടുക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണ്, ശീലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം കാപ്പി കുടിക്കുന്ന ആ ഒരു സ്വഭാവം നിർത്തുന്നതാണ് വളരെയധികം നല്ലത്. പകരം നിങ്ങൾക്ക് ചെറു ചൂടുള്ള പാൽ 1 ഗ്ലാസ് കുടിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ ബ്രെയിൻ സ്മൂത്താവും, ഉറങ്ങാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്
ഈ പാലെന്ന് പറയുന്നത്. സ്ലീപ്പ് ഹൈജീൻ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തിന് കറക്റ്റ് ഉറങ്ങുന്നത്. അപ്പോൾ പലരും നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ഉറക്കത്തിന് മാത്രമല്ല, അത് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനോ അങ്ങനെ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം സിനിമ കാണാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. കിടക്കാൻ പോകുന്ന ഒരു മുറി എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടും ഇത്തിരി തണുപ്പോടുകൂടെയും നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കാം. പലരും ഈ ഒരു ഉറക്കക്കുറവിന് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റിൻ്റെ സപ്ലിമെൻറ്റ് ഹെൽപ്ഫുള്ളായി കണ്ടുവരുന്നുണ്ട്. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ അത് സൂത്തൻ ചെയ്യാനാണ്, ബ്രെയിനിനെ കാം ഡൗൺ ചെയ്യാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ലെവൽ അമിതമായിട്ട് കൂടുമ്പോൾ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ ലെവൽ പരമാവധി കൂടും. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ഈ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് വളരെയധികം ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ലീപ്പ് ഹോർമോൺ എന്ന് പറഞ്ഞ മെലാറ്റോണിൻ, അത് ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടാനും വളരെയധികം സഹായകരമാവും ഈ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെയിലി ഡോസേജ് ഡിഫറിങ് ആണ്. അപ്പോൾ 350 mg കൂടാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ഈ ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കുമ്പോൾ വയറിൽ വരുന്ന അസ്വസ്ഥതകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാവുകയും ഈ സപ്ലിമെൻ്റ് എടുക്കുന്നതോടുകൂടി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ പലരും ഉറക്കത്തിലോട്ട് പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് നമ്മൾ സപ്ലിമെൻ്റായിട്ട് എടുക്കുന്നതാണ്, നമ്മൾ കൃത്രിമമായിട്ട് എടുക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത് നാച്ചുറലായിട്ട് ഫുഡ് സോഴ്സിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ മഗ്നീഷ്യത്തിൻ്റെ ഫുഡ് അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ളത് നമ്മൾ വിത്തുകളിലാണ്. അതായത് പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഇതിലൊക്കെ തന്നെ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതേപോലെ ഈ ഒരു ഗ്ലൈസിനേറ്റ് എന്നുള്ള കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ സൂപ്പുകളിലാണ് വരുന്നത്. അതായത് ബ്രോത്ത് സൂപ്സ് എന്ന് പറയും. എല്ലുകളിൽ നിന്നും നമ്മുടെ ആടിൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു സൂപ്പ്, ഈ സൂപ്പുകളിൽ ഗ്ലൈസിനേറ്റിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ഉറക്കം റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചേക്കും. അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ, സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് ബെഡ്റൂം അത് ക്ലീൻ ആയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രമല്ല, നമ്മൾ കറക്റ്റ് എന്നും ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് രാത്രി കിടക്കുന്നതും രാവിലെ ഉണരുന്നതും ഒരേ ടൈം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ലീവാണ് അല്ലെങ്കിൽ വെക്കേഷനാണ്, ആ ഒരു ടൈമിൽ കൂടുതൽ നേരം ഉറങ്ങാം, അല്ലെങ്കിൽ രാവിലെ ഉണർന്നതിന് ശേഷവും ബെഡിൽ തന്നെ കുറേ നേരം കിടക്കാം. അങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ ബ്രെയിൻ വന്ന് സിഗ്നൽ ഔട്ട് ചെയ്യും. അതായത് കിടക്കാൻ വേണ്ടി മാത്രമല്ല ബെഡ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കാനും അതേപോലെ തന്നെ ഉറങ്ങാനുള്ള ഒരു പ്ലേസ് ആയിട്ട് തന്നെ കണക്കാക്കാം. അങ്ങനെ അത് കണക്കാക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിൽസൊക്കെ എടുക്കുന്നതിന് മുന്നേ, അതായത് ഉറക്ക ഗുളികയൊക്കെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ കഫെയിൻ, കോഫിയുടെ ഇൻടേക്ക് കുറയ്ക്കുക. അതേപോലെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് അതിൽ കൂടുതൽ നേരം ഉറങ്ങിപ്പോകരുത്. അങ്ങനെ ആവുന്ന ടൈമിൽ അത് രാത്രി ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ രാത്രി കഴിക്കുന്ന ഭക്ഷണം ഇത്തിരി ലഘുവായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. രാത്രി കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ തന്നെ ഒരു 6:30-7 ആ ഒരു ടൈമിൽ തന്നെ ഭക്ഷണം കഴിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അസിഡിറ്റിയോ അല്ലെങ്കിൽ പുളിച്ചു തേട്ടോ ഇങ്ങനത്തെ പ്രശ്നം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് വളരെയധികം സഹായകരമാവും. അത് കാരണം അവരുടെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ലാതാക്കും. പിന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും, പരമാവധി ഈ സ്ട്രെസ്സും ആങ്സൈറ്റി കാരണം കോർട്ടിസോൾ ഹോർമോൺ ലെവൽ കൂടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അശ്വഗന്ധ വളരെയധികം ഇഫക്റ്റീവാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റ് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും വളരെയധികം ഇഫക്റ്റീവാണ് ശരീരത്തിലെ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്, അതല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാൻ എന്താ ഒരു വഴി? ദിവസവും 30-40 മിനിറ്റ് നേരം നടക്കുക. ഈ നടത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിനെ കുറയ്ക്കാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ ഇപ്പോൾ ജിമ്മിനും വർക്കൗട്ട്സിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പരമാവധി അത് രാവിലെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വൈകിട്ടുള്ള നേരം ജിമ്മ്, വർക്കൗട്ട്സ് അല്ലെങ്കിൽ ചെസ്സ്, എന്തെങ്കിലും മൈൻഡ് ഗെയിംസ്, അങ്ങനെ ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുന്നേ ഇങ്ങനെ ഒരുപാട് മൈൻഡ് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈമിൽ പിന്നീട് അത് റെസ്റ്റ് പീരീഡിലോട്ട് അല്ലെങ്കിൽ ആ ഉറക്കത്തിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിൽസൊക്കെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യുക. അതിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് CBTI എന്ന് പറയുന്നത്, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇൻസോംനിയ. ഒരു 4-8 സെഷൻസ് എടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. മെഡിസിൻസിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് സ്വയം ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ CBT ഇൻസോംനിയ എന്ന് പറയുന്നത് ഇതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉറങ്ങാനുള്ള സ്ഥലം, ബെഡ്റൂം എന്ന് പറയുന്നത് അത് ഉറക്കത്തിന് മാത്രമുള്ളത്. അപ്പോൾ നിങ്ങൾ കിടന്ന് നോക്കുക, നിങ്ങളൊരു 20 മിനിറ്റ്സ് നോക്കുക. ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ എണീക്കുക, ആ പ്ലേസിൽ നിന്ന് മാറുക. എന്നിട്ട് നിങ്ങൾ എയ്തർ നിങ്ങൾക്ക് ബുക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കാം.
അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ നടന്ന കാര്യങ്ങളോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. വായനയും അതേപോലെ എഴുത്തും ഇത് രണ്ടും തന്നെ ബ്രെയിൻ ഒന്നുകൂടി സൂത്തനിങ് ചെയ്യും, അതും ഉറക്കം വരാൻ സഹായകരമാവും. അപ്പോൾ 20 മിനിറ്റിൽ കൂടുതൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ നിന്ന് മാറുക എന്നുള്ളത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചില ടിപ്പുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇൻസോംനിയ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടും ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി തൊട്ട് ഉറക്കം കിട്ടാനായി നല്ലൊരു ഉറക്കം കിട്ടാനായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിൽസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതശൈലിയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അതിലും നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്ലിമെൻറ്റും ഹെർബൽ മെഡിസിൻസും ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇൻസോംനിയ അത് വളരെ ഇഫക്റ്റീവായിരിക്കും. 40-50 കഴിഞ്ഞ സ്ത്രീകളിൽ, മെനോപോസ് ആയ സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് കാരണം പല സ്ത്രീകളിലും എസ്ട്രജൻ്റെ കുറവ് കാരണം ഹൃദയമിടിപ്പ് കൂടാം, ഭയങ്കര ഹോട്ട് ഫ്ലഷസ്, ചൂട് കൂടുന്ന പോലെ, വിയർപ്പ് കൂടുന്ന പോലെ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഉറക്കമില്ലായ്മ ഈ ഒരു പ്രശ്നവും കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ പ്രോപ്പർലി അവരുടെ ഇഷ്യൂസ് എന്തെന്ന് കണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ മെനോപോസോടനുബന്ധിച്ച് കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. 1-2 മിനിറ്റിൽ നിങ്ങൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക 7:30 ആകുമ്പോൾ. അതേപോലെ തന്നെ കോഫിയുടെ ഇൻടേക്ക്, കഫെയിൻ കണ്ടന്റ്, ചായയും കാപ്പിയും വൈകിട്ട് കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദിവസവും ഒരേ നേരത്തിൽ കിടക്കാനും അതേപോലെ എണീക്കാനും മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉറങ്ങത്തക്ക രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ആ രീതിക്ക് സെറ്റാക്കിയിട്ട് വെക്കുക. നമ്മുടെ മൈൻഡിൽ ഓവർ സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. 3-4-8, അതായത് 3 സെക്കൻഡ് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചിട്ട് 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക, പിന്നെ അത് 8 സെക്കൻഡ് പുറത്തോട്ട് എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനത്തെ ബ്രീത്തിങ് എക്സസൈസുകളും ഒരു പരിധിവരെ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ മാറാനായിട്ട് അല്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സഹായകരമാവുന്ന വഴിയാണ്. ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.